ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ആ സമയം, കാരണം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഒരുപാട് പഴയ താലിയോലകളൊക്കെ നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന ആ ബുക്ക് ഗ്രന്ഥങ്ങളൊക്കെ നോക്കി എടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം നമ്മള് ജ്യോതിഷത്തിലുണ്ട്, കാരണം പഴയ പല വേദങ്ങളും ഇതിലെല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു ജ്യോതിഷം നമ്മള് ശരിക്കും പറയാൻ കഴിഞ്ഞാൽ ആദ്യകാലത്തൊക്കെ നമ്മൾ ജാതകം നോക്കുമ്പോൾ ജാതകം, നവാംശം, അഷ്ടവർഗം എല്ലാം ചെക്ക് ചെയ്ത് നമ്മൾ ഒരു തീരുമാനത്തിലെത്തും. ഇപ്പൊ നമ്മള് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പെട്ടെന്ന് പ്രഡിക്ഷൻ പെട്ടെന്ന് പ്രഡിക്ഷൻ കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് സ്പീഡല്ലേ പറ്റില്ല. നമുക്ക് പറ്റില്ല പറയും, ഞങ്ങൾ വേറെ ഒരിടത്തിൽ പോയി നോക്കാന്ന് പറയും. അപ്പൊ ഇതിന് ഈ മേഖലയിൽ കോമ്പറ്റീഷനും ഉണ്ട് ഉണ്ടായിരിക്കാം. പക്ഷെ ഇതിപ്പോ ബിസിനസ് ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ. അവരവർക്കിപ്പോ ബിസിനസ് ആയിട്ട് കാണുന്നവരും ഉണ്ട്, ഉണ്ടായിരിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. ഇപ്പൊ ഞാൻ ഇത്ര കൊല്ലമായി ചില ആൾക്കാർ കുറച്ച് നാൾ കൊണ്ട് വന്നിട്ട് വലിയ രീതി, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പഠിച്ചാലും കുറവ് പഠിച്ചവർ കോടീശ്വരന്മാരുണ്ടായിരിക്കാം, എന്നേക്കാളും കൂടുതൽ പഠിച്ചവർ ചിലപ്പോൾ ഈ നിലയ്ക്ക് കൂടെ വരാതിണ്ടായിരിക്കാം. അതൊക്കെ ഓരോ ഈശ്വരൻ. പക്ഷെ ഒരു എല്ലാ വിശ്വാസത്തെയും നമ്മൾ സത്യമായ മാർഗത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് നിലനിൽക്കുന്നു. താങ്കളുടെ ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ 26 വർഷക്കാലം ഈ ബാംഗ്ലൂരില് ഒരേപോലെ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വരാനുഗ്രഹം. നമ്മുടെ പഠിപ്പ് അവർക്ക് ഞാൻ പറയണത് ഇഷ്ടപ്പെട്ട അവരുടെ കുടുംബം, അവരുടെ കൂട്ടുകാര്, സ്വന്തക്കാര് അങ്ങനെയൊക്കെ വരുന്നു. അല്ലാണ്ട് ഇപ്പൊ ഞാൻ വരുന്ന സമയത്ത് മെയിൻ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ 4-5 പേരെ സിറ്റിയിലുണ്ടായിരുന്നുള്ളൂ. ഇന്ന് കുറഞ്ഞത് ഒരു 4000 പേരുണ്ട് ഉണ്ട്. പക്ഷെ ചെന്നൈയിൽ നിന്ന് വരെ താങ്കളെ തിരക്ക് അച്ഛനൊക്കെ ആയിട്ട് എനിക്ക് പണ്ട് തൊട്ട പരിചയം. ആള് ഫോറിനിലാണ്. എന്തെങ്കിലും വീട്ടിലതുണ്ടെങ്കിൽ എന്നിൽ ഞാൻ പഠിച്ചൊരു രീതി പറയാൻ എന്തെങ്കിലും അവർക്ക്. ഇപ്പോഴും താങ്കൾ പറഞ്ഞല്ലേ, ഞാൻ ഇതിലൊരു വിദ്യാർത്ഥിയാണ്, ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഓരോരുത്തരുടെ ജാതകം നോക്കുമ്പോഴും പല അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവും, മനസ്സിലാക്കാൻ ഏകദേശം അറിയാം. നമുക്ക് ഇനിയും അതിലിനിയും ആഴത്തിൽ പോകാൻ നമുക്ക് തോന്നും. ഒരു മേഖല ഇപ്പൊ നമ്മൾ ഞാൻ ഇത് പഠിച്ചിരിക്കണേ, നമുക്കറിയാത്ത ചില അനുഭവങ്ങൾ വരുമ്പോ ഇനി നമുക്ക് പഠിക്കണം. നമുക്കൊരു ദോഷമുള്ള ഒരു വളരെ ഇതായിട്ട് ഇങ്ങനെ അപകടാവസ്ഥ നിൽക്കുന്ന ഒരാളെ മുമ്പിൽ വന്ന് നിന്ന് കണ്ടാൽ ഇവിടെ പ്രേതം പിടിച്ചവരൊക്കെ വന്ന് ആടാറാണ്. അതിപ്പോ എന്റേതല്ല, ഞാൻ പറയുമ്പോ അല്ലെങ്കിൽ എന്നിലിരുന്ന് ഇത് വിശ്വസിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോ ചിലവർക്ക് അത് സമരം കിട്ടും, എല്ലാവർക്കും കിട്ടുന്നില്ല എങ്കിലും അതുണ്ട്. അപ്പൊ അവർക്ക് ഒരു വിശ്വാസമാവും. പഠിപ്പ് മാത്രമല്ല, ഈശ്വരാനുഗ്രഹം വേണം അതിന്. ഈശ്വരാനുഗ്രഹം കൊണ്ട് പഠിപ്പും ഒരു വിദ്യ ഉണ്ട്. ഇപ്പൊ മാന്ത്രികപരം, ജ്യോതിഷപരമായിട്ടുള്ള ഒരു വിദ്യകളാണ്. ആ വിദ്യയുടെ പഠിപ്പ് വേണം. പഠിപ്പോടൊപ്പം തന്നെ ഈശ്വരന്റെ അനുഗ്രഹം വേണം, ഉണ്ടാവണം. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു MBBS ഡോക്ടർ പഠിച്ചിട്ടുണ്ടാവും. ചില ആൾക്കാർ വെറുതെ ഇരിക്കണം, ചില ആൾ ക്യൂ ആയിരിക്കും. നമ്മളൊന്ന് പോയി അപ്പോയിന്റ്മെന്റ് എടുക്കണം, ഒരാഴ്ച മുമ്പാട് എടുക്കണം. അത് ആളുടെ അനുഗ്രഹമല്ലേ? അതെ അതെ അതെ. പഠിപ്പ് MBBS തന്നെ എല്ലാവരും എടുത്താലും, പക്ഷെ ഓരോരുത്തർക്ക് മാത്രം ആൾ ചിലപ്പോൾ ഒരു ഗുളിക എഴുതി കൊടുത്താൽ പെട്ടെന്ന് മാറും. അത് കൈപുണ്യം. ഇപ്പൊ പൂർവ്വ അസ്ട്രോളജി ജാതകത്തിൽ പറയുന്നതിന് മനുഷ്യനായിട്ട് ജനിച്ചാൽ മനുഷ്യജന്മം തന്നെ ആണും പെണ്ണായിട്ട് 7 ജന്മം ഉണ്ടെന്നാ പറയണേ. അതിൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന നല്ലതിനും ചീത്തയ്ക്കും അനുസരിച്ചാണ് നമുക്ക് ഈ ജന്മം എന്നാണ് ജ്യോതിഷത്തിൽ വിശ്വാസം. മനസ്സിലല്ലേ? അപ്പോ ഇപ്പൊ സർപ്പദോഷം ഉണ്ടെന്ന് പറയും. ഈ കൊല്ലം ഈ ജന്മത്തിൽ ആള് പാമ്പിനെ കൊന്നിട്ടുണ്ടാവില്ല. അത് അങ്ങനെ ജനറേഷനിൽ വരുന്നതാണ്. അല്ലാണ്ട് അപ്പൊ ആ ജാതകവശാൽ അപ്പൊ നമുക്ക് ആൾക്ക് എന്തെല്ലാം പ്രോബ്ലം, പഠിപ്പിലാണോ, അല്ല വിവാഹ ജീവിതത്തിലാണോ, ആരോഗ്യത്തിലാണോ, അല്ലെങ്കിൽ ആളുടെ വേറെ എന്തെങ്കിലുമുള്ള പ്രോബ്ലത്തിലാണോ, അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ 26 വർഷക്കാലം മുമ്പ് ഇവിടെ ബാംഗ്ലൂരിൽ എത്തുകയും അവിടെ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. അവിടെ ഞാൻ ആദ്യം വരുമ്പോ 55 രൂപ ഇവിടെ ഈ ഹോട്ടലല്ലായിരുന്നു, ആനന്ദ വികാരം എന്ന് പറഞ്ഞ് വാണിവിലാസ് ആസ്പത്രിയുടെ മുന്നിൽ ഒരു ഹോട്ടലുണ്ട്. അവിടെ അന്ന് റൂം റെന്റ് 55 രൂപയായിരുന്നു. അന്നൊക്കെ നല്ല തിരക്കായിരുന്നു. കാരണം ഞാൻ കോയമ്പത്തൂരൊക്കെ വെച്ച് നല്ല മാറ്ററൽ പബ്ലിസിറ്റി ആയിരുന്നു. നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി MGR ജീവിതകാലം മുഴുവൻ മുഖ്യമന്ത്രി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പബ്ലിസിറ്റി ഉണ്ടായിരുന്നു. അതിലുണ്ട് തന്തി പേപ്പറിൽ ദിനതന്തി പ്രവചിച്ചിട്ടുണ്ട് കുറെ. അതേമാതിരി അവസാനമായിട്ട് പ്രവചിച്ചത് അവസാനമായിട്ട് പറഞ്ഞാൽ ഇപ്പൊ ലാസ്റ്റ് പ്രവചനം ജയലളിതയുടെ അടുത്ത് പ്രവചിച്ചിരുന്നു മുഖ്യമന്ത്രിയാവും. ഏകദേശം എല്ലാവർക്കും അറിയാലോ ആളുടെ ജാതകം കൂറാണ്, ശനി കഴിയാണ്. അങ്ങനൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ എല്ലാം പറയണത് നടക്കണമെന്നില്ല. അല്ല, ഏകദേശമൊക്കെ നമുക്ക് തോന്നുന്നത് നമ്മൾ പൂജയിൽ വെച്ചിട്ട് പ്രവചിക്കുമ്പോ നടക്കാറുണ്ട്. അതിപ്പോ പഠിപ്പ് എന്റെ കഴിവല്ല, ഈശ്വരനും കൂടി. ജയലളിതയുടെ ജാതകം കയ്യിലുണ്ട്, ജാതകമുണ്ട്, MGRന്റെ ഒക്കെ ഉണ്ട്. എന്റെ കയ്യിലുള്ളത് 17/1/1917 MGR ജാതകം ഉണ്ടായിരുന്നു. പിന്നെ അതായില്ലേ. അങ്ങനെ ആ സമയത്ത് ഞാൻ തമിഴ്നാട്ടിലല്ലായിരുന്നു, അപ്പൊ ടച്ച് കൂടുതലായിരുന്നു. അപ്പൊ ഇപ്പോ ബിസിനസ്സുകാർ എല്ലാവരും വരാറുണ്ട്. 55 രൂപയിൽ തുടങ്ങിയതാണ് ഇവിടെ. ഇപ്പൊ 700 രൂപ ആണ് വാടക കൊടുക്കുന്നത്. അത് വാടക ഞാനല്ല ഇപ്പൊ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞത്. അപ്പൊ പൂവിനൊക്കെ ഭയങ്കര വിലയാ. ഒക്കെ എന്റെ അന്ന് കാലത്ത് വന്നവര് ചെറിയ ജോലിയുള്ളവർ ഇപ്പൊ ബിസിനസ്സിലുണ്ട്. ചിലവർക്ക് ഹോട്ടൽ ഉണ്ടാവാം, ചിലവർക്ക് കമ്പ്യൂട്ടർ ബിസിനസ് ഉണ്ടാവും, ചിലവർ അതേമാതിരി വക്കീലന്മാർ ബിസിനസ് ജോലിക്കാരുണ്ടാവും. അവർക്ക് കുറച്ച് പൈസ വരും.
തരും. അങ്ങനെ ഞാൻ അതുകൊണ്ട് ചിന്തിക്കാറില്ല. കാലത്തേറ്റ് വന്ന് കുളിച്ച് പൂജ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ പാർട്ടികൾ വന്നാൽ നോക്കും ചെയ്യും. അപ്പൊ ആദ്യത്തെമാര് തിരക്കൊന്നുമില്ല. പണ്ടൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അതിന് ആൾക്കാർ കൂടിപ്പോയി. പിന്നീട് കമ്പ്യൂട്ടറിൽ അവരുടെ അക്കൗണ്ടിൽ പൈസ ഇടും. അവർക്ക് പ്രഡിഷൻ ഇതിലായി ഇമെയിലൊക്കെ അയച്ചു കൊടുക്കലൊക്കെ ആയപ്പോൾ കുറഞ്ഞാൽ കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. വളരെ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഈ കഴിഞ്ഞു പോയ കാലഘട്ടത്തെ എന്ന് വെച്ചാൽ വളരെയധികം കാര്യം ഒരുപാട് ഇതിനു വേണ്ടി തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നത് അല്ലേ? ആയിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ എത്തണ്ടല്ലോ. ഞങ്ങളുടെ സ്വപ്നത്തിൽ ബാംഗ്ലൂർ അത് വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ ആയി തീരും. അത് ഞാൻ തൃശ്ശിയില് തമിഴ്നാട്ടിൽ വന്നിട്ട് പഠിച്ചതിന് ശേഷം തമിഴ്നാട്ടിൽ തൃശ്ശിയിൽ വന്നിട്ട് ഒരു അസ്ട്രോളജറായിട്ട് പരിചയപ്പെട്ടു തൃശ്ശിയില്. അപ്പൊ ആള് ഇവിടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അപ്പൊ ആളായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ആളായിട്ട് വന്നപ്പോ ആള് തൃശ്ശിയിൽ പോയി, ഞാനിവിടെ ഒരു ഓഫീസ് എടുത്തു. പക്ഷെ ഇവിടെ വന്ന് ഇതിനു വേണ്ടി തന്നെയായിരുന്നു എത്രത്തോളം ആയിത്തീരുമെന്ന് പ്രതീക്ഷിച്ചു? ഒരിക്കലും ഇല്ല. ഞാൻ ഒരു 3 മാസം അവിടെ ഇരുന്നിട്ട് വീണ്ടും നാട്ടിൽ പോവാ അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോവാന്ന് വെച്ചിട്ട് വന്നേ. പിന്നെ ഇവിടുത്തെ ഇതും ആൾക്കാരും പിന്നെ ഇവിടെ വന്ന് തൊഴിലും എല്ലാ രൂപത്തിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കുടുംബം ഇവിടെ മോനുണ്ട്, ഒരു മോൻ. പേര് മോന്റെ പേര് റോഷൻ. എന്ത് ചെയ്യുന്നു? PUC കഴിഞ്ഞിട്ട് ഇപ്പൊ BBM പഠിക്കുന്നു. വളരെ സന്തോഷമായ കുടുംബം പോകുന്നു. ഒരു മോൻ മാത്രമേ ഉള്ളൂ. കുടുംബത്തിന്റെ സപ്പോർട്ട് എത്രത്തോളം? കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ല, വൈഫല്ല, അവള് ഹൗസ് വൈഫാണ്. അങ്ങനെ മീഡിയ ആയിട്ട് പോകുന്നു, നന്നായിട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ നമ്മൾ ഓരോ കാലഘട്ടങ്ങളായിട്ടനുസരിച്ച് ഇപ്പോൾ പഴയ പോലെയല്ല ജ്യോതിഷവും ഹസ്തരേഖയും സംഖ്യാശാസ്ത്രമൊക്കെ പഴയതുപോലെ ഒന്നും പഴയതല്ല. വിശ്വാസമുള്ളവർക്ക് ആൾക്കാർ കൂടി പോയി ചിലതിൽ മിസ്യൂസുകൾ വരുന്നുണ്ട്, ചിലവർ നല്ല രീതിയിലുണ്ട്. അങ്ങനെ ആകുമ്പോൾ ചില ആൾക്കാർക്ക് അതിൽ തൃപ്തി കുറവുണ്ട്. ശരിയായ ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കാൻ എന്ത് ചെയ്യണം? ശരിയായ ആളെ തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ശരിയായ ആൾക്കാർ തന്നെയാണ്. ആയിരുന്നാലും അവരവരെ ഇതായിരിക്കാം. അവർ ചെല്ലുന്നോർത്ത അവർക്ക് അവരുടെ ഭാഗ്യം പോലെ ഇരിക്കും. ആരും തെറ്റെന്ന് പറയാൻ പറ്റില്ലോ. എല്ലാവരും പഠിക്കാതെ പറയാൻ പറ്റില്ല. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. എല്ലാവരും പൂർണ്ണമായിട്ട് പഠിക്കും. ഞാനേ പറയുന്നത്, ഞാൻ വിദ്യാർത്ഥിയാണ്. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ശരിയായ ആളെന്നൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മളുടെ ലക്ക് പോലെ ഇരിക്കും നമ്മൾ ചെന്ന സ്ഥലം. അല്ലാതെ നമ്മൾ ആരെ പറയാ. എല്ലാവരും ശരിയായി പഠിച്ചിട്ടുണ്ട്, എല്ലാവരും നല്ലവർ തന്നെയാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ ചിലപ്പോ പഠിപ്പിൽ ചില സ്പീഡ് കൂടാം. ഞാൻ പണ്ടേ പറഞ്ഞല്ലോ, അന്ന് കാലത്തൊക്കെ ജാതകം കൊണ്ടുവന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാമെന്ന് പറയും. അപ്പൊ അവർക്കും വേഗം നടക്കുന്ന കാര്യങ്ങള്. നാട്ടിലേക്ക് പോകാറുണ്ടോ? നാട്ടിലെപ്പോഴും പോകും. തൃശ്ശൂര് ബന്ധുക്കളൊക്കെ അവിടെ ഇവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. എല്ലാവരുമായിട്ടുള്ള പരിചയമുണ്ട്. ഞാൻ പറഞ്ഞ കാലത്ത് 5:30 ഇവിടെ വരും. 5:30 എത്തും. മാർക്കറ്റിലേക്ക് എത്തും. വണ്ടിയിൽ വരും. പൂവൊക്കെ മേടിച്ച് വീണ്ടും വീട്ടിൽ പോയിട്ട് പിന്നെ 9:30-10 മണിക്ക് വരും. വന്നാൽ പിന്നെ പോകുന്നത് 8 മണി 8:30 ആവും. ഇവിടെ 12 കിലോമീറ്റർ ഉണ്ട്. അപ്പോ അവിടെ മലയാളിസ് ഏരിയ തന്നെ. കമ്മനല്ലി, കയർപുറം, ബാനസോടെയൊക്കെ മലയാളിസ് കൂടുതലും. എല്ലാവരും ഉണ്ട്. മലയാളിസ് കൂടുതലായിരിക്കും. അപ്പോ വളരെ സന്തോഷകരമായ ഒരു ജീവിതം. ഇത്രയും ഇവിടത്തെ നമുക്ക് വേറെ മേഖലകളായി ഈശ്വരം വിധിച്ച് ഇതിലേക്ക് വരില്ലായിരുന്നല്ലോ. ഇതാണ് ഇത് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മള് ചെറുപ്പത്തിലൊക്കെ പഠിക്കുമ്പോ എനിക്ക് വക്കീലാവണമെന്നായിരുന്നു ആഗ്രഹം. എന്റെ അനിയൻ വക്കീലായിരുന്നു. പക്ഷെ ദൈവം നിയോഗിച്ചത് ഇതിലേക്കായിരുന്നു. പെടില്ല. അപ്പൊ ഇത്രയും ആൾക്കാർക്ക് ഇത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരുടെ ഭാവിയോ അവർക്ക് ശരിയായ ഒരു ജ്യോതിഷത്തിലും ഹസ്തരേഖ ശാസ്ത്രത്തിലും നമ്മുടെ സംഖ്യാശാസ്ത്രത്തിലെല്ലാം അവർക്കുണ്ടാവുന്ന ദോഷങ്ങളെയൊക്കെ മാറ്റി അവർക്ക് ഈശ്വര കൃപയാൽ ഈശ്വരാനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നു. അതൊരു ഈശ്വരാനുഗ്രഹം. ഈ ജന്മത്തിലെ സുഹൃത്താവാം. ഇനിയുള്ള കാലം എന്താണ്? കാരണം ഇനിയിപ്പോ ഞാൻ കുറച്ച് നാൾ ഇപ്പൊ 50-51 വയസ്സായി. ഇതന്നെ ചെയ്യുള്ളൂ. കുറച്ച് നാൾ കഴിഞ്ഞാൽ വീട്ടില് വീട് നല്ല സ്ഥലത്ത് തന്നെ, കുളപ്പ സർക്കിൾ എന്ന് പറഞ്ഞ സർക്കിൾ തന്നെയാണ്. അപ്പൊ എന്നെ കാണാൻ പറഞ്ഞവർക്ക് ഇവിടെ അപ്പൊ സിറ്റിയാണ്, എല്ലാവർക്കും പെട്ടെന്ന് വരാം. അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും, എന്നാലും വരണവര് വരും. 4-5 കൊല്ലം കഴിഞ്ഞാൽ വീട്ടില് അതാണ്. ബുക്സ് എഴുതണമെന്നുണ്ട്. മലയാളത്തിലും തമിഴിലും കന്നഡത്തിലും ട്രാൻസ്ലേഷൻ ചെയ്യണം. സംസാരിക്കാൻ അറിയാം, എഴുതാനൊന്നും അറിയില്ല. തമിഴും സംസാരിക്കാൻ അറിയാം, വായിക്കാൻ എഴുതാൻ അറിയില്ല. വായിക്കാൻ ദിനതന്തി നോക്കി വന്നതാ. തമിഴ് വായിക്കും, കന്നഡ സംസാരിക്കും, മലയാളം വായിക്കാൻ എഴുതാൻ ഇത്രയും ഭാഷ കൈകാര്യം ചെയ്യും. എല്ലാ ഭാഷകളും ഹിന്ദി ഒക്കെ തിരിച്ചറിയാവും. അത് പൂർണ്ണമായിട്ട് അറിയില്ല, അത് മാത്രം. അല്ല, സിറ്റിയിലെ എല്ലാ ഭാഷക്കാരും ഇല്ലേ? ബാംഗ്ലൂർ സിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷക്കാരുണ്ട്. ഫോറിൻ ഭാഷ. താങ്കള് വളരെയധികം വിജയിപ്പിച്ച ഒരു നാടാണ് ബാംഗ്ലൂർ. അതെ, അല്ല, വളരെയധികം എന്നെ പ്രസിദ്ധി തന്ന് എനിക്ക് ബാംഗ്ലൂരിൽ വീടും തന്നു. സ്വപ്നത്തിൽ വിചാരിക്കാത്ത വീട്, സ്വന്തം വീടാണ്. അതെല്ലാം ബാംഗ്ലൂരിനെ. അപ്പൊ ഈ ഒരു ബാംഗ്ലൂരിനെ നമ്മൾ വളരെയധികം സ്നേഹിക്കുന്നു, ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നു. അപ്പൊ നാട്ടിലൊന്നും സെറ്റിൽ ആവാൻ ആഗ്രഹം? അല്ല, ബാംഗ്ലൂരാണ് സെറ്റിൽ ആവാൻ ലാസ്റ്റ് ആഗ്രഹം. ആണ്.
മോമോനും ഇവിടെ പഠിക്കുന്നു. അല്ല, അവനും ഇവിടെ ഇഷ്ടം ആണ്. പക്ഷെ ഈ ജീവിതം പ്രത്യേകം ചെയ്യുന്നില്ല. ഇപ്പൊ തണുപ്പ് കുറഞ്ഞാൽ തണുപ്പ് പോയി 3-4 ദിവസം ഭയങ്കര തണുപ്പായിരുന്നു. ഇവിടുത്തെ ക്ലൈമറ്റ് ഇഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോയി നിൽക്കാൻ പറ്റില്ല. പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആസ്മ അവർക്കൊന്നും പറ്റില്ല. ബാംഗ്ലൂർ ക്ലൈമറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ പോലും തിരിച്ചുകൊണ്ട് വരാൻ തോന്നും. അപ്പോ ജീവിതത്തിലെ ഒരു അമ്മാവനാണ് ഗുരുനാഥൻ. അമ്മാവനാണ് കൂട്ടിക്കൊണ്ട് പോയത്. അല്ല, ആളത് ഞാൻ ജോലിക്ക് പോയി അവിടെ തന്നെ പഠിച്ചു. പിന്നെ നമ്മുടെ തൃശ്ശിന്ന് ഒരാളായിട്ട് കുറച്ച് അസ്ട്രോളജർമാർ പരിചയപ്പെട്ടു. അങ്ങനെയൊക്കെ ആയിട്ട് എത്തി. ഒരു കടപ്പാട് ആരോടാണ്? അമ്മാവനാണ്. കാരണം ഗുരുനാഥൻ നമ്മളെ ഇതിന്റെ എല്ലാ അനുഗ്രഹങ്ങളും വഴി കാണിച്ചു തന്നു. അമ്മാവൻ. വളരെ സന്തോഷം. കാരണം ഇനി ഒരു ഇതുവരെ എത്തിയ ജീവിതം ഇതില് നമ്മളിപ്പോ ഇത്രയും വലിയ വേറൊരു പോയിട്ട് ഇങ്ങനൊന്നും വന്നില്ലെങ്കിലോ അപ്പൊ ഈ വഴി കാണിച്ചത് അമ്മാവനല്ലേ? അതെ അതെ അതെ. ഗോൾഡ് ബിസിനസ് നഷ്ടാവുന്നവരില്ലേ? അതെ അതെ. അല്ല ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അതൊരു അനുഗ്രഹമല്ലേ? പിന്നെ ഇതേ പഠിച്ചിട്ട് എത്ര ആൾക്കാർ ഒന്നുമില്ലാത്തവരുണ്ട്. അന്നത്തെ ജീവിതം കഴിഞ്ഞ് എങ്ങനെയോ പോകുന്നവരുണ്ട്. ഇല്ല എന്ന് പറയില്ല. അത് നമുക്കിതില് കിട്ടിയപ്പോ പിന്നെ നമുക്ക് തന്ന ആളെ വന്ന വഴിയും പഠിപ്പിച്ച തന്ന ആളെ മറക്കാൻ പാടില്ലല്ലോ. ഒരിക്കലും പാടില്ല. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യുന്നത് ദൈവമായ അല്ലെ? മാതാപിതാ ഗുരു ദൈവം. അപ്പൊ ഇത്രയും വളരെ ഈ 4 പേരും നമ്മളെ അനുഗ്രഹിക്കാനുണ്ടെങ്കിൽ ഉയരങ്ങളിൽ എത്തുന്നതാണ്. അത് തന്നെയാണ് താങ്കളുടെ ജീവിതത്തിൽ ആണ്. ഒരുപാട് നന്ദി. തിരക്കേറിയ എല്ലാവർക്കും ഇങ്ങനെ ഞങ്ങളുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്: ബർമയുടെ തലസ്ഥാനം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ബർമയുടെ തലസ്ഥാനം ഏതാണ്? ഈ ചോദ്യത്തിന് ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. ഈ ചോദ്യത്തിനുള്ള ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ 1 മണിക്കൂറിനകം ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട ഞങ്ങളുടെ ഫോൺ നമ്പർ 0484-231-7784. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7784.